കിങ്ഡം മൂവി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിലെ നായക കഥാപാത്രത്തിൻ്റെ പേര് സൂരി. അത് വിജയ് ദേവരകൊണ്ടയാണ് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സൂരി ഇതിൽ എങ്ങനെയായിരുന്നു ഞാൻ പിന്നെ പറയാം. ഇതിൽ തുടക്കത്തിൽ തന്നെ ഒരു രാജ്യം, ഒരു രാജാവ്, കുറേ ജനങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് എവിടുത്തെ രാജ്യം, എവിടുത്തെ രാജാവ്, എവിടുത്തെ ജനങ്ങൾ, ഒന്നിനും ഒരു പിടുത്തവും ഇല്ല. കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറയില്ല, അതുപോലെ ഇങ്ങനെ കണ്ടുപോകുക തന്നെ. അപ്പോൾ ഭയങ്കര ഒരു കടൽ അതേപോലെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ രാജാവ് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നുണ്ട്, ഒരു ഗുഹേൻ്റെ ഉള്ളിൽ നിന്നോ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദ്വീപാണെന്ന് നമുക്ക് വിചാരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ രാജ്യമൊക്കെ ഉണ്ട്, കിങ്ഡമൊക്കെ ഉണ്ട്, അത് എന്താണ് എവിടെയാണ് ഒന്നിനും ഒരു ഇതുമില്ല. അങ്ങനെ രാജാവ് തുടക്കത്തിൽ തന്നെ ഒരു ഭയങ്കര സംഭവം ചെയ്യാൻ പോവാണെന്ന് ഒരു ഭയങ്കര ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം ഒന്നുമില്ല, ഒരു വടിവേലിനെ പോലെ കോമഡി പീസായിട്ട് മാറുകയാണ് രാജാവ്. പിന്നെ വേറൊരാൾക്ക് അങ്ങനെ പ്രതീക്ഷിച്ച് സിനിമ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ നായകൻ സൂരി ആകട്ടെ സിനിമയിലുടനീളം തുടക്കം മുതൽ അവസാനം വരെയും കക്ഷി നല്ല ജിം ബോഡിയിൽ മസിലും പെരുപ്പിച്ച് മസിലും കാണിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു കഥാപാത്രം, വെറും പരാജയ കഥാപാത്രം. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും കക്ഷിയുടെ കഥാപാത്രത്തിൽ നമ്മൾ ത്രില്ലിങ്, ആ മസിലൊക്കെ പെരുപ്പിച്ച് നടക്കണപ്പോൾ ഇപ്പോൾ ഭയങ്കര ആക്ഷനിൽ ഇറങ്ങും, ഇപ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇതിലെ നായിക ഭാഗ്യശ്രീ ബോർസെ. ഇതിൽ ഇവർ നായിക എന്ന് സിനിമയിൽ തുടക്കത്തിൽ തന്നെ പേരിട്ടൊക്കെ കാണിക്കുന്നു. ഇത് എവിടുത്തെ നായിക, എന്ത് നായിക, ഈ നായിക എങ്ങനെ ഇതിലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ടോ ഒക്കെ, ആ കഥാപാത്രം ഈ സൂര്യയുമായിട്ട് എങ്ങനെ അടുപ്പത്തിലാകുന്ന പോലെയും കാണിക്കുന്നുണ്ട്, അടുപ്പത്തിലാണോന്ന് അറിയാത്ത പോലെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നായികയും നായകനും ഇവർ അടുപ്പത്തിലായ ഒരു പ്രണയമാണോ, ഒന്നിനും ഒരു ചോദ്യം ഉത്തരവില്ല. ഇടയ്ക്ക് നായിക പണിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ നായികയുടെ കാര്യം അങ്ങനെ ഇതാവുകയാണ്. നായിക എന്ന് പറയണമെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയിൽ ചോദ്യമില്ല പറയില്ലേ, അതുപോലെ ഇങ്ങനെ കണ്ടുപോകാം. ശരിക്കും ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് റൈറ്റ് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് ഗൗതം തിന്നനൂരിയാണ്. കക്ഷിയുടെ പേര് പോലെ തന്നെ കേട്ടുകേൾവിയില്ലാത്ത രാജ്യവും ജനങ്ങളും രാജാവും, അങ്ങനെ ഒരു തല്ലിപ്പൊളി കഥയും, ഒരു തല്ലിപ്പൊളി പടം. അതാണ് കിങ്ഡം മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അഭിപ്രായം. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് തനനേനാനേനാ തനനേനാനേനാ കുറേ പിടിച്ചിട്ടുണ്ട് പുള്ളി ആ ഒരു ഓളത്തിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു സിനിമയിൽ ഞാൻ കേട്ട മ്യൂസിക്കാണ്. അത് അങ്ങനെ കട്ടെടുത്ത് ഇതിൽ വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇടയിലൊക്കെ ചെറിയ കുഴപ്പമില്ലാത്ത മ്യൂസിക് ഉണ്ട്, എന്നാലും ഒരു ലൈറ്റായിട്ടുള്ള ഓളത്തിൽ അനിരുദ്ധ് മ്യൂസിക് പിടിച്ചിരിക്കുകയാണ്. വലിയ BGM ഇതൊന്നും എനിക്ക് തോന്നിയില്ല. സൂര്യ ഇതിൽ ഒരു വടം പിടിച്ചിട്ട് വലിക്കുന്നുണ്ട്, കാര്യമായിട്ട് അതിനെ പിടിച്ച് വലിക്കുകയാണ്. ആ വടത്തിൻ്റെ അറ്റത്ത് ഒരു സാധനം ഉണ്ട് കേട്ടോ, അതെന്താണെന്ന് സിനിമ കണ്ടവർക്കറിയാൻ ഞാൻ പറയുന്നില്ല. അതെങ്ങാനും സൂര്യ വലിച്ച് അവിടുന്ന് നീക്കിയിരുന്നെങ്കിൽ സിനിമാ തിയേറ്ററിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു സാധനത്തിനെയാണ് കക്ഷി വലിക്കുന്നത്. എന്തു തന്നെ ബോഡി നല്ല ഉള്ള ആളാണെങ്കിലും അതെങ്ങാനും വലിച്ച് ഒരിക്കലും ഒരാളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 100 പേരെ കൊണ്ടോ 1000 പേരെ കൊണ്ടോ വലിച്ച അല്ലെങ്കിൽ അത് തള്ളിയ നീങ്ങുന്ന ഒരു സാധനം അല്ലത്. പക്ഷേ സൂര്യ സിനിമയിലെ തുടക്കം മുതൽ തന്നെ കുറേ ആക്ഷനും കാര്യങ്ങളൊക്കെ അമാനുഷിക സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ കക്ഷി അത് പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു അമാനുഷികതയിൽ, ഇപ്പോൾ ബാഹുബലി സിനിമയിലൊക്കെ അമാനുഷിക കാര്യങ്ങൾ തന്നെയാണല്ലോ കാണിച്ചിരുന്നത്, മരത്തെ പിഴുതു വലിച്ചെറിയുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അത് ആ കഥാപാത്രങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് കണ്ടിരിക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇത് ഒന്നുമില്ല, അവസാനം പുള്ളി അതിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറേ എണ്ണം അത് തള്ളാൻ പിന്നെ പോകുന്നുമുണ്ട്. എന്ത് ഇതിൽ സൂര്യക്ക് ഒരു ജ്യേഷ്ഠ കഥാപാത്രമുണ്ട്, ശിവയായിട്ട് ഇതിൽ ചെയ്തിരിക്കുന്നത് സത്യദേവാണ്. ഈ ശിവയെങ്കിലും സൂര്യയെക്കാളും കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നുണ്ട്. അത്ര പോലും തന്നെ അതിന് ആ കഥാപാത്രത്തിന് ഇതിൽ ഹീറോ അല്ല, എന്നിരുന്നാലും ആ ഒരു സ്റ്റാൻഡേർഡ് പോലും നമ്മുടെ സൂര്യക്ക് വരുന്നില്ല. അപ്പോൾ ഈ ഏട്ടനുമായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടാണ് സൂര്യ സിനിമയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സൂര്യയും ഈ ഏട്ടനായ ശിവയും തമ്മിൽ ഒരു കാര്യം ഫസ്റ്റ് തന്നെ സംഭവിക്കുന്നുണ്ട്.
എന്നിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് ഏട്ടൻ്റെ കാര്യത്തിലേക്ക് സൂരി പോകുന്നത്. പക്ഷേ ആ കാര്യം എന്തായിരുന്നു എന്നുള്ളത് സിനിമയുടെ അവസാനം ഒരു ട്വിസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ട്വിസ്റ്റ് കാണുമ്പോൾ നമുക്ക് നായകനിൽ ഒന്നുകൂടി പ്രതീക്ഷ വരുന്നുണ്ട്. സൂര്യയിൽ ഒന്നുമില്ല, അവിടെയും വെറുതെ ഉറങ്ങിക്കിടക്കുകയാണ് സൂര്യ കഥാപാത്രം. പിന്നെ ഇതിൽ സൂര്യയെ ചെറുപ്പത്തിൽ ഒരാൾ മുതുകിൽ മുദ്ര കുത്തുന്നുണ്ട്. അപ്പോൾ ആ മുദ്ര കുത്തുന്നത് എന്താണ് സംഭവം എന്നുള്ളത് പിന്നീട് ഈ സൂര്യക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് അവസാനമാകുമ്പോഴേക്കും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായതിന് ശേഷമാണ് സൂര്യ ഈ സിനിമയിൽ മുന്നോട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായി കഴിയുമ്പോൾ എന്താണോ സൂര്യ ചെയ്യേണ്ടത് അതൊന്നും ഇതിൽ ആ നായകൻ ചെയ്യുന്നില്ല. അങ്ങനെ ഏട്ടൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെ പോവുകയാണ്. വെറുതെ ഒരു ഹീറോ ആയിട്ട് അങ്ങനെ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ത്രില്ലിങ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററുമായിട്ട് ഗൗതം തിന്നനൂരി. പക്ഷേ ത്രില്ലിങ്ങിൽ കാര്യമില്ല, മുഴുവൻ വമ്പൻ പരാജയം. പിന്നെ അവസാനം ഒരു അടിപിടി കാര്യങ്ങൾ ഉണ്ട്, അത്ര തന്നെയുള്ളൂ. ഇതിലെന്താ ഏറ്റവും വലിയൊരു രസം എന്ന് വെച്ചാൽ ഇതിന് രണ്ടാം ഭാഗം ഇനി വരാൻ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ അവസാനം രണ്ടാം ഭാഗം ഉണ്ട് എന്നൊന്നും പറയുന്നില്ല. കാരണം ഗൗതം തിന്നനൂരി ഈ കഥ എഴുതി ഡയറക്റ്റ് ചെയ്ത് എടുത്തു വന്ന് കിട്ടിയ സാധനം പുള്ളി തന്നെ നോക്കിയപ്പോൾ ഒന്നിനും കൊള്ളില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമ എങ്ങനെ ഓടുന്നു എന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി വിട്ടിട്ടുണ്ടാവുന്ന തോന്നുന്നത്. കാരണം ഇതിൽ പാർട്ട് 2 എന്ന് കാണിക്കുന്നില്ലെങ്കിലും ഇത് ഇനിയാണ് കഥയുടെ ആരംഭം എന്നൊക്കെ ഇതിൽ ആ മൂപ്പൻ പോലെ വരുന്ന ഒരാൾ പറയുന്നുണ്ട്. അതേപോലെ പുതിയൊരു വില്ലൻ അതിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. ഇവർ യുദ്ധത്തിന് പോകുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല. ഈ ദയവ് ചെയ്ത് ഈ സിനിമ എടുത്ത പോലെ രണ്ടാം ഭാഗം എടുത്തിട്ട് പ്രേക്ഷകരെ പറ്റിക്കരുത്. വെറുതെ ത്രില്ലിങ് കൊടുത്ത് അവസാനം എവിടെയോ എത്തിച്ചിട്ട് തീരുന്ന ഒരു അടിമപ്പടം, ഒരു തല്ലിപ്പൊളി കഥ.